അർജുൻ മട്ടന്നൂരിലേക്ക് കൂടി ഒന്ന് പോകാം. ശ്രീ അരുൺ സുബ്രഹ്മണ്യം, അർജുൻ മട്ടന്നൂർ അവിടെയുണ്ട്. അർജുൻ മട്ടന്നൂർ, തിരുവാഭരണ പേടകം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തുകയല്ലേ? സുജ, അല്പസമയത്തിനകം തന്നെ തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തും. വലിയ നടപ്പന്തൽ വഴി 18ാം പടി വഴി നേരെ സന്നിധാനത്തേക്ക് അല്പസമയത്തിനകം തന്നെ തിരുവാഭരണ ഘോഷയാത്ര എത്തും. ഈ സംക്രമ ദിവസത്തെ ദീപാരാധനയ്ക്ക് മുമ്പ് തിരുവാഭരണപ്പെട്ടികൾ സന്നിധാനത്ത് എത്തിച്ചേരും. അതിനുശേഷം ഈ പ്രധാന ആഭരണപ്പെട്ടി ഈ ശ്രീകോവിലേക്കാണ്, അയ്യപ്പൻ്റെ ശ്രീകോവിലേക്കാണ് കൊണ്ടുപോവുക. മറ്റ് 2 പെട്ടികൾ ഈ മണിമണ്ഡപത്തിലേക്കും കൊണ്ടുപോകും. അഭിഷേകപ്പെട്ടിയെന്നും കൊടിപ്പെട്ടിയുമെന്നാണ് അറിയപ്പെടുന്നത്. തിരുവാഭരണപ്പെട്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ തലപ്പാറ മലയുടെയും ഉടുമ്പാറ മലയെയും പ്രതിനിധീകരിക്കുന്ന കൊടികൾ, അതോടൊപ്പം തന്നെ കുടകൾ. ഈ കുടകളുടെയും അകമ്പടിയോടുകൂടിയായിരിക്കും ഈ തിരുവാഭരണ ഘോഷയാത്ര ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുക. ഇതിൽ ചുവപ്പ് മുത്തുക്കുട, അത് തലപ്പാറ മലയുടെ വിജയക്കൊടിയാണ്. അതോടൊപ്പം ഉടുമ്പാറ മലയുടെ വിജയക്കൊടിയായി കറുത്ത മുത്തുക്കുടയുണ്ടാകും. ഇത്തരത്തിൽ 2 കൊടികളുടെയും അകമ്പടിയോടെ ഇങ്ങോട്ടേക്ക് തിരുവാഭരണ ഘോഷയാത്ര ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും. എന്തായാലും ഭക്തരൊക്കെ തന്നെ ഈ സന്നിധാനത്തിൻ്റെ തൊട്ടടുത്തുള്ള താഴെയുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ ഭക്തരൊക്കെ തന്നെ ഒന്നിച്ച് കൂടി നിൽക്കുകയാണ്. മണിക്കൂറുകളോളം അവർ കാത്തു നിൽക്കുകയാണ്. ദൃശ്യങ്ങൾ കണ്ടു, തീവട്ടി ഒക്കെ ഉയരുന്നു. ഇതാ അവിടേക്ക് എത്തിച്ചേരുകയാണല്ലേ ശ്രീ അരുൺ സുബ്രഹ്മണ്യം? മനോഹരമായുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പേടകം വഹിച്ചുകൊണ്ടുള്ള ആ ഘോഷയാത്ര, ആ ശോഭയാത്ര ഇവിടെ സന്നിധാനത്തിൻ്റെ വലിയ നടപ്പന്തലിലൂടെ പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ റിപ്പോർട്ടറിൻ്റെ ലൈവിലൂടെ നമ്മൾ എല്ലാ പ്രേക്ഷകരും കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വിശേഷമായിട്ടുള്ള ആ 18ാം പടിയുടെയൊക്കെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണുവാനായിട്ട് സാധിക്കും. ആ 18 തത്വങ്ങളെയും പ്രതിനിധീകരിച്ചിരിക്കുന്ന, 18 മലകളെ പ്രതിനിധീകരിക്കുന്ന, മനുഷ്യരുടെ ഉള്ളിലുള്ള പലതരത്തിലുള്ള വികാരങ്ങളെയും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഓരോ മനുഷ്യനും എങ്ങനെയാണ് സ്വാമിയായിട്ട് മാറേണ്ടത് എന്ന് നമ്മളോട് പറഞ്ഞു തരുന്ന ആ സത്യമായിട്ടുള്ള ആ 18ാം പടി, ആ 18ാം പടിയുടെ മനോഹരമായ സന്ധ്യാനേരത്തെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ റിപ്പോർട്ടർ ചാനലിലൂടെ ലൈവിലൂടെ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്ന മകരജ്യോതി ദർശനത്തിനായിട്ട് ലക്ഷക്കണക്കിന് ഭക്തരാണ് ഇവിടെ എല്ലായിടങ്ങളിലുമായിട്ട് 18 മലകളുടെ ഭാഗങ്ങളിലായിട്ട് ഓരോരോ വ്യൂ പോയിന്റുകളിലായിട്ട് തടിച്ചു കൂടിയിരിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ദൃശ്യങ്ങളിൽ നിന്നും ഇരുണ്ട് നിറഞ്ഞിരിക്കുന്ന ആ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ആ മനോഹരമായിട്ടുള്ള പൊന്നമ്പലമേടിൻ്റെയൊക്കെ ദൃശ്യം നമുക്ക് ചാനലിലൂടെ, റിപ്പോർട്ടർ ചാനലിലൂടെ നമുക്ക് എല്ലാവർക്കും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെ ശാസ്ത്രത്തിൻ്റെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മഹാവിസ്ഫോടന സിദ്ധാന്തം അനുസരിച്ചിട്ട് 10⁻⁻46 സെക്കൻഡ് എന്ന് പറയുന്ന അവിടെ നിന്നും പ്രപഞ്ചത്തിൻ്റെ മഹാവിസ്ഫോടനം നടന്നുവെന്നാണ് ശാസ്ത്രം നമ്മളോട് പറയുന്നത്. അത്തരത്തിൽ ആ അന്നത്തെ ആ വിസ്ഫോടനത്തിന് ശേഷം, അതുതന്നെയാണ് ഹരിനാമകീർത്തനത്തിൽ പറയുന്ന ഓങ്കാരമായ ഒരു 3ആയി പിരിഞ്ഞുടനെ ആങ്കാരമായതിന് താൻ തന്നെ സാക്ഷിയത് എന്ന് പറയുന്ന ആ ഭാഗം നമുക്ക് ഹരിനാമകീർത്തനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ആ പ്രപഞ്ചത്തിൻ്റെ ആ വികാസം, അവിടെ ആദ്യം മുതലേ ഉണ്ടായിരുന്ന ആ ചൈതന്യം അതുതന്നെയാണ് നമ്മളുടെ എല്ലാം ഉള്ളിലുള്ളത് എന്നത് ഈ സന്ധ്യാനേരത്ത് സന്നിധാനത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദീപാരാധനയ്ക്കായുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ പൂർത്തിയായിരിക്കുന്നു. തിരുവാഭരണം എത്തി, തിരുവാഭരണം ചാർത്തിയുള്ള മഹാദീപാരാധനയിലേക്ക് എത്തുകയല്ലേ? അതെ, ഇപ്പോൾ തന്നെ ആ ദീപാരാധനയിലേക്ക് കടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പേടകം 18ാം പടിയിൽ നിന്നും കടന്ന് അവിടെ കൊടിമര ചൂട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ക്ഷേത്രം തന്ത്രിയും മേൽശാന്തിയും എല്ലാം കൂടി സ്വീകരിച്ചിട്ടാണ് ആചാരപരമായിട്ടുള്ള സ്വീകരണങ്ങളെല്ലാം നടത്തി അത് ശ്രീലകത്തേക്ക് ആനയിക്കും. അതിനുശേഷമാണ് ആ തിരുവാഭരണങ്ങളെല്ലാം ഭഗവാന്റെ ശാസ്താവിൻ്റെ, ധർമ്മശാസ്താവിൻ്റെ ആ സുന്ദരമായിട്ടുള്ള ആ സുവർണ വിഗ്രഹത്തിൽ ചാർത്തിയിട്ടുള്ള ദീപാരാധന നടക്കുക. അത് കഴിഞ്ഞാൽ അല്പസമയത്തിനകം തന്നെ ആ മകരജ്യോതി കൂടി നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. മഹത്തരമായിട്ടുള്ള, ഏറ്റവും വിശേഷമായിട്ടുള്ള, ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് മകരവിളക്ക് എന്ന് പറയുന്ന ഈ ദിവസം എന്ന് പറയുന്നത്. മണ്ഡലകാലം തുടങ്ങി ഈ മകരവിളക്കോടുകൂടി ഇത്തവണത്തെ ഉത്സവം ഇവിടെ നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദൃശ്യങ്ങളിലേക്ക്, ഈ ഫ്രെയിമിലേക്ക് ഇതാ എത്തുകയാണ് തിരുവാഭരണ ഘോഷയാത്ര. അതെ, ഇപ്പോൾ നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ ആ 18ാം പടിയുടെ ഭാഗത്തേക്ക് വരുന്ന ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഭക്തി നിർഭരമായിട്ടുള്ള ആ ഓരോ അയ്യപ്പന്മാരും അവരെല്ലാവരും തന്നെ അയ്യപ്പൻ്റെ മന്ത്രങ്ങളെല്ലാം ചൊല്ലിക്കൊണ്ട് എല്ലാവരുടെയും നാവിലും എല്ലാവരുടെയും മനസ്സിലും അയ്യപ്പൻ മാത്രമാണ് ഈ സമയത്തുള്ളത്. ഇത് കാണുന്ന പ്രേക്ഷകർ പോലും ഒരുപക്ഷെ തൊഴുതുകൊണ്ടായിരിക്കും ഈ ദൃശ്യങ്ങളെല്ലാം കാണുന്നത് എന്നതുപോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. അത്രമാത്രം ഭക്തി നിർഭരമായ രീതിയിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത്. അത് ഈ ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇരിക്കുന്ന അയ്യപ്പൻ്റെ ഭക്തർ
അവരെല്ലാവരും തൊഴുകൈകളോടെയാണ് ഇത്തരം ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് നേരിട്ട് വന്ന് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ഇതെല്ലാം ഈ ചാനലിലൂടെ, റിപ്പോർട്ടറിൻ്റെ ചാനലിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതെല്ലാം വളരെ അയ്യപ്പൻ്റെ അനുഗ്രഹമായിട്ട് കണ്ടുകൊണ്ട് തൊഴുത് ഭക്തിയോടുകൂടിയിരിക്കുന്ന നിരവധി ഭക്തരാണ്. ഓരോരുത്തരെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ആ ശബരിമലയിൽ എങ്ങും തന്നെ ഇത്തരത്തിൽ സ്വാമിമാർ അവരെല്ലാവരും ഉള്ളിൽ അയ്യപ്പനെ മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ട്, അയ്യപ്പ ജ്യോതിയെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ സുന്ദരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഭക്തിനിർഭരമായിട്ടുള്ള ദൃശ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഘോഷയാത്ര നടന്നു വരുന്ന ആ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ TV-യിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ഉടൻ തന്നെ 18-ാം പടിയിലെത്തും. 18-ാം പടിയിൽ നിന്നും നേരെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ക്ഷേത്രം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ഷേത്രം തന്ത്രിയും മേൽശാന്തിയും എല്ലാം ആചാരപരമായിട്ടത് സ്വീകരിച്ച് ഭഗവാന് ചാർത്തി, ഭഗവാന് ഇതേ കണക്ക് പന്തളത്ത് രാജാവ് അയ്യപ്പനെ രാജാവായിട്ട് വാഴിക്കണമെന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ അത് നടക്കാതെ പോയപ്പോൾ അത്തരത്തിൽ ഭഗവാനെ കാണുവാനായിട്ട് എല്ലാ വർഷവും വരാമെന്ന് പറയുമ്പോൾ അദ്ദേഹം തിരുവാഭരണങ്ങൾ കൂടെ കൊണ്ടുവന്നു എന്നാണ് ചരിത്രം, വിശ്വാസമൊക്കെ പറയുന്നത്. അത്തരത്തിൽ ഭഗവാനെ രാജാവായിട്ട് കാണുന്ന ധർമ്മശാസ്താവ് നമുക്ക് എല്ലാവർക്കും അറിയാം. ചിന്മുദ്രയന്തി യോഗനിദ്രയിലിരിക്കുന്ന ശാസ്താവിനെയാണ് നമുക്ക് ശബരിമലയിൽ കാണുവാനായിട്ട് സാധിക്കുക. എന്നാൽ ഇന്ന് രാജകീയമായിട്ടുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് രാജാവായിട്ടുള്ള അയ്യപ്പനെയാണ് നമുക്കിപ്പോൾ ഈ മഹാദീപാരാധന സമയത്ത് അവിടെ നിൽക്കുന്ന ഭക്തരെല്ലാവരും ധർമ്മശാസ്താവിനെ കാണുന്നത്. അത്തരത്തിൽ രാജകീയമായിട്ടുള്ള പരിവേഷണങ്ങളോടുകൂടി, അതുകൊണ്ട് തന്നെ രാജകീയമായിട്ടുള്ളൊരു പൂജയാണ് ഇന്നിപ്പോൾ അവിടെ ശബരിമല സന്നിധാനത്തേക്ക് തിരുവാഭരണ ഘോഷയാത്രയെ ആനയിക്കാൻ പോവുകയാണ്. അതിനായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് നമ്മൾ കണ്ടത്. അതിന്റെ ആദ്യ സംഘവിത നടപ്പന്തലിലേക്ക് കയറുകയാണ്. അയ്യന് ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര മാമലകൾക്ക് നടുവിലെ മഹാസന്നിധിയിൽ തിരുവാഭരണ വിഭൂഷിതനായി അയ്യപ്പസ്വാമിയെ കാണുന്നതിനായി ഭക്തലക്ഷങ്ങൾ കാത്തിരിക്കുകയാണ്. തിരുവാഭരണങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇതാ സന്നിധാനത്തേക്ക് എത്തുകയാണ്. സന്നിധാനത്തെത്തി അവിടെ നിന്ന് സോപാനത്തേക്ക് തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് തിരുവാഭരണ പേടകം ഏറ്റുവാങ്ങി സോപാനത്തെത്തിച്ച് തിരുവാഭരണം ചാർത്തി ദീപാരാധന നടക്കുന്ന ആ മുഹൂർത്തത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ്.